ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്, കുറച്ച് പണികളൊക്കെ ഏറെയുള്ളൊരു ദിവസമാണ് കേട്ടോ. പണി എന്ന് പറയുന്നത് എനിക്കല്ല, ആൾക്കാണ് പണി. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ പണി തുടങ്ങിയെടുക്കണം. നമ്മൾ പഴയ വീട്ടിൽ കുറച്ച് അധികം പണികളൊക്കെ ഉണ്ടായിരുന്നു, ക്ലീനിങ് ആയിരുന്നു മെയിനായിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ആൾ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അതിൻ്റെ കൂടെ കൂടിയിട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ പൈപ്പ് വെച്ചിട്ട് വെള്ളം കൊണ്ട് തന്നെ നല്ല അഴുക്കൊക്കെ പിടിച്ചതൊക്കെ കളയണത് അത് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, എന്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്ന ടൈമിൽ അത് നല്ല പെട്ടെന്ന് അഴുക്കൊക്കെ പെട്ടെന്ന് പോയി നല്ല വൃത്തിയാവുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ വടക്കോർത്ത് ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് അങ്ങനെ തേങ്ങ വന്ന് നേരെ വീഴുന്നത് ഈ ടെറസിൻ്റെ മേലെയാണ്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം വീണിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ വിള്ളലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മഴ വീണ സമയത്ത് അങ്ങനെ ലീക്കായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആകെ നാശമായത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 6-7 മാസമായി ഇപ്പോൾ താമസം മാറ്റിയിട്ട്. അപ്പോൾ നല്ല മഴയൊക്കെ ഇടയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം അത് അങ്ങനെ പച്ച പിടിച്ചിട്ട് വൃത്തികേടായതാണ്. പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പണിയുടെ തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ മൊത്തം അങ്ങനെ നാശമായതാണ്. ഇത് മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെയും അങ്ങനെയൊക്കെ മൊത്തം നാശമായിട്ട് നമ്മൾ താമസം മാറ്റിയപ്പോൾ തന്നെ കുറച്ച് അടഞ്ഞു കിടന്നപ്പോൾ തന്നെ അത് മൊത്തം വീണ്ടും നാശമായി. അപ്പോൾ ഇതിങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണ കാരണം പെട്ടെന്ന് വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കാർവാഷ് അങ്ങനെ എന്തോ ആണ്. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലായിടും പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അവരത് ഒന്ന് ഒരത്തി ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചാലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണത് വീടിൻ്റെ ബാക്ക് വശവും അതുപോലെ ഫ്രണ്ട് വശവും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഒന്ന് അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പൊട്ടിയ ഭാഗത്ത് ചോർച്ച ആ ലീക്കൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് പരുക്കനൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ അങ്ങനെ അകത്ത് കയറി. എനിക്കാണെങ്കിൽ അവിടെയും ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ മെഷീനാണ് കേട്ടോ. അച്ഛന് വേറൊരു മെഷീൻ ആയിരുന്നു, അത് പിന്നെ അതിൻ്റെ മരത്തിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അത് അങ്ങനെ നാശമായി പോയി. എന്നിട്ടത് വേറെ ഒന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അച്ഛൻ ഇപ്പോഴും അടിക്കും. അച്ഛനെ തേടി പിടിച്ചിട്ട് അച്ഛൻ്റെ കടയിലുള്ള അവിടെയുള്ള ആൾക്കാർ തേടി പിടിച്ച് പലരും വരും കേട്ടോ. അപ്പോഴൊക്കെ അച്ഛൻ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനും പലപ്പോഴായിട്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഞാനും അങ്ങനെ തയ്ക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് തയ്ച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ കൊടുത്തിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അധികം ആരും അങ്ങനെ അടിക്കാത്തതുകൊണ്ട് അങ്ങനെ ആയിട്ട് തന്നെ കിടക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ സ്വാമി റൂമാണ് കേട്ടോ. അത് അങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അധികം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മേലെ റാക്കിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ പഴയ കലങ്ങളും ചെമ്പുകളും അങ്ങനെ ചട്ടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്, പഴയ പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അടുക്കളയുടെ ചിമ്മിണിക്കൂടും ഒക്കെ മേൽഭാഗമൊക്കെ നന്നായി കരി പിടിച്ചിട്ട് ആകെ കളർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ പൊടിയൊക്കെയാണ്. അപ്പോൾ എത്രയാണെങ്കിലും അത് കഴുകിയാൽ തന്നെ കുറേ അഴുക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ളു ഒന്ന് കഴുകി ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഇത് അച്ഛൻ്റെ റൂമാണ്. അച്ഛൻ്റെ റൂമിലും അതിൻ്റെ അരുവിലൊക്കെ നല്ല കളറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇനി കഴുകുന്ന ടൈമിൽ അത് മൊത്തം നനയും, റൂമൊക്കെ മൊത്തം വെള്ളമാവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഷോക്കേഴ്സിലാണെന്നുണ്ടെങ്കിൽ കുറേ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഗ്ലാസ് അല്ല, പുതിയ ഗ്ലാസ്സാണ്. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ മേടിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഗ്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെക്കും. അല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അതൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയെടുക്കണം. ഇനി നമ്മളത് സോപ്പ് വെള്ളത്തിലൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല നിറമൊക്കെ വെച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്നാലും നമ്മളൊക്കെ അത് കൂടുതലൊക്കെ മാറ്റി നല്ലപോലെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെയാണ്. ഇനിയിപ്പോൾ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കഴുകി റെഡിയാക്കും. എനിക്കാണെങ്കിൽ റാക്കിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കണതൊക്കെ എടുക്കാനൊക്കെ എത്തുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കയറി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആൾ പിന്നെ നമ്മളൊരു ടേബിളുണ്ട്, അതൊക്കെ കൊടുന്നിട്ടിട്ട് അതിൻ്റെ മേലെ കയറിയിട്ടാണ് പിന്നെ ചൂലയിട്ടൊക്കെ അവിടെയൊക്കെ പരമാവധിയൊക്കെ ഒഴിവാക്കിയിട്ടോ. പിന്നെ അങ്ങനെ ചൂലയിട്ട് അടിച്ചിട്ട് നിറച്ചും പൊടിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ അടിച്ച് കളഞ്ഞ് പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ അവിടെയൊക്കെ അങ്ങനെ അത് വെച്ചിട്ട് അഴുക്കൊക്കെ കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട്.
ഇങ്ങനെ വെള്ളം പിടിച്ച് കഴുകുമ്പോൾ ഒരുപാട് അഴുക്കൊക്കെ പോയിട്ട് ഒരുപാട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അതുപോലെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ ചിമ്മിനിക്കൂടിൻ്റെ ഉള്ളിലാണെങ്കിലൊക്കെ നിറച്ചും പുകയും ഒക്കെ ആയിട്ട് നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ മൊത്തം അടുക്കളയിൽ നിറച്ചും വെള്ളമായിട്ടോ, അത്രയും വെള്ളമുണ്ട്. ഇനി ഇതൊക്കെ കഴുകി നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ അതിന് നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് കുറേ പണിയുണ്ട് കേട്ടോ. ഇനി നല്ല കുറേ സമയമാണ് നമ്മളതിനായിട്ട് മെനക്കെട്ടത്. പിന്നെ ആൾ നല്ല ക്ഷീണിച്ചെടുക്കണം കേട്ടോ. നേരത്തെ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. അടുക്കളയാണെങ്കിൽ മൊത്തം വെള്ളമായിരുന്നു കേട്ടോ, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ അവിടെ നിന്ന് മാറി പോകാനും പറ്റില്ല, കാരണം ഇതിൻ്റെ വയറിൻ്റെ കണക്ഷനൊക്കെ കറണ്ടും ഒക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ ഇത് ഷോക്ക് അടിച്ചാലോ വെള്ളത്തിലൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെ എനിക്കും പേടിയായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറാതെ നിന്നിട്ട്, അപ്പോൾ ഓണാക്കലും ഓഫാക്കലൊക്കെ എൻ്റെ പണിയായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചിമ്മിണിക്കൂടിൻ്റെ ഉള്ളിലാണെങ്കിൽ കഴുകി വെക്കുമ്പോൾ ഒരുപാട് കരി അഴുക്കൊക്കെയാണ് കേട്ടോ നല്ല കൊണ്ട് പോകുന്നു. പിന്നെ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും വെള്ളമായിരുന്നു. പിന്നെ നമ്മുടെ ടൈലൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുമ്പോൾ തന്നെ ടൈലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് പിന്നെ ഒരു ആശ്വാസമായത്, ഒന്ന് വൃത്തിയായി വരുന്നുണ്ടെന്നൊരു ചിന്ത അപ്പോഴാണ് ഒക്കെ തോന്നിയത്. പിന്നെ അങ്ങനെ നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലും ഒക്കെ ഒന്ന് കഴുകി. പിന്നെ അതിന് ശേഷം പിന്നെ അടുപ്പിലും വെള്ളവും എല്ലാം നമ്മൾ കരിയും ഒക്കെ ആകെ കറുപ്പ് കളറിൽ ആകെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളമൊക്കെ ബക്കറ്റിലേക്ക് എടുത്തിട്ട് കുറേ കൊണ്ടുപോയി ഒഴിച്ച് എന്നിട്ട് നമ്മുടെ വൈപ്പറായിട്ടൊക്കെ അടിച്ച് കൂട്ടി. പിന്നെ അത് നമ്മളെ അടിച്ചുവാരി മുറല്ലേ അത് ഇട്ട് കുറേ കളഞ്ഞ്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒക്കെയാണ് നമ്മളതൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോഴേക്ക് സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ, 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പണി തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വാഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലെ കയറി പിന്നെ ആൾ തന്നെ അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിക്കനൊക്കെ ഇടാണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ ലീക്കൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കയറാനൊക്കെ നോക്കി, പക്ഷേ എനിക്ക് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പകുതിക്ക് തന്നെ ഇറങ്ങി. പിന്നെ ഷാജിട്ടൻ തന്നെയാണ് അതൊക്കെ മുഴുവനാക്കി ചെയ്തത്. അങ്ങനെ നമ്മുടെ ഒരു വിധമൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ സ്ഥലവും അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തു. കഴിഞ്ഞ ദിവസമാണ് പിന്നെ നമ്മളെ ഓടൊക്കെ ഇറക്കലും പട്ടിക മാറ്റലൊക്കെ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് രാത്രിയാണ് മഴ പെയ്തത്. പക്ഷേ തലേ ദിവസമാണ് മഴ പെയ്തത് വെച്ചാൽ പിന്നെ മൊത്തം വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിട്ടുണ്ടാവും. പക്ഷേ മഴ കുറച്ചൊന്ന് വൈകിയ കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ മഴ തന്നെയായിരുന്നു കേട്ടോ. രാത്രി ഒക്കെ മഴ പെയ്തു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് നല്ല പണിയുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.